നിങ്ങളിത് ഇപ്പോൾ കാണുന്ന ഈ കുരിശുമല ഉണ്ടല്ലോ, ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ കുരിശുരൂപമുള്ളത് ഇവിടെ മാത്രമാണ്. ഹായ് കൂട്ടുകാരെ, അപ്പോൾ നമ്മളിന്ന് എഴുകുംവയൽ കുരിശുമലയുണ്ട് ഇവിടെ. അപ്പോൾ നമ്മളിന്ന് ആ കുരിശുമല കയറാൻ പോവുകയാണേ. ഞാൻ ഇവിടെ നിന്നുള്ളൊരു കാഴ്ച ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഞാൻ നിൽക്കുന്നത് നമ്മുടെ ഇരട്ടയാറ് ശാന്തിഗ്രാമിൽ നിന്നുള്ള നമ്മളെ ആ എഴുകുംവയൽ മലയുടെ ഒരു കാഴ്ചയാണ് ഞാൻ കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇനി ബാക്കിയുള്ള കാഴ്ചകളൊക്കെ ഞാൻ അവിടെ പോയിട്ട് വിശദമായിട്ടെല്ലാം കാണിച്ചു തരാം കേട്ടോ. പിന്നെ ഒത്തിരി മനോഹരമായിട്ടുള്ള സ്ഥലം കൂടെയാണേ. അപ്പോൾ ഇത് നമുക്ക് വാഹനയാത്ര ഇതുവരെ ഉള്ളൂ കേട്ടോ. ഇത് പോകുന്നത് മെയിനായിട്ട് പോകുന്ന ഒരു സ്കൂളിൻ്റെ സൈഡിലേക്കാണ് കേട്ടോ. സ്കൂളും മറ്റ് സ്ഥാപനങ്ങളൊക്കെ അങ്ങോട്ടുണ്ട്. അപ്പോൾ ഇതുവരെ മാത്രമേ നമുക്ക് ഈ മല കയറാനായിട്ടുള്ള വാഹനങ്ങൾക്ക് പോകാൻ പറ്റത്തുള്ളൂ. നമ്മളെ തിരുവനന്തപുരം നമ്മളെ വെള്ളറുടെ തെക്കൻ കുരിശുമല പോലെ തന്നെയാണ് കേട്ടോ. രണ്ട് സൈഡിലും കച്ചവടക്കാരും ഇങ്ങനെയൊക്കെയുള്ള ആ ഒരു കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റും. പിന്നെ ഞാൻ എന്തായാലും വീഡിയോ കുറച്ചുകൂടെ ഒന്ന് ഫാസ്റ്റായിട്ട് വിടുകയാണ് കേട്ടോ. നമ്മൾ സ്ലോവിൽ പോകുന്ന സമയത്ത് ഒത്തിരി വീഡിയോസിന് ലെന്തി കൂടിപ്പോകും. അപ്പോൾ അത് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ വീഡിയോ ഫാസ്റ്റായിട്ട് അങ്ങ് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് ഇവിടെ നിന്നിട്ടാണ് നമ്മളെ കറക്റ്റ് ആ ഒരു കുരിശുമല കയറ്റം തുടങ്ങുന്നത്. പിന്നെ ഈ വലത്ത് സൈഡിൽ കിടക്കുന്ന റോഡ് നമ്മൾ ഈ മല കയറിയിട്ട് തിരിച്ചിറങ്ങി വരുന്നത് അതുവഴിയാണ് കേട്ടോ. ഈ റോഡിൻ്റെ ഏകദേശം ഒരു 1.5 കിലോമീറ്റർ മാറിയാണ് നമ്മൾ അപ്പുറ സൈഡിലൂടെയാണ് നമ്മൾ വരുന്നത് കേട്ടോ. അപ്പോൾ അതൊക്കെ ഞാൻ വിശദമായിട്ട് ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ ഓരോ കുരിശിൻ്റെ അടുത്ത് നമ്മൾ പോകുമ്പോഴും നമുക്ക് കാണാൻ കഴിയും കേട്ടോ. ഒത്തിരി പേര് ഇങ്ങനെ പ്രാർത്ഥനയും കാര്യങ്ങളായിട്ടും പിന്നെ അവിടെ കറക്റ്റായിട്ടുള്ള വോയിസ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതായത് അവിടുത്തെ ആ ഒരു പ്രാർത്ഥനാ രീതികളും അല്ലെങ്കിൽ അവിടുത്തെ പ്രാർത്ഥനകളും അല്ലെങ്കിൽ അവിടുത്തെ റെക്കോർഡിങ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അങ്ങനെയൊക്കെ ഒന്ന് പ്ലാൻ ചെയ്യാൻ, പക്ഷേ നമുക്കത് കോപ്പി റൈറ്റ് വരുന്നതുകൊണ്ട് ഞാൻ അതൊക്കെ ഒന്ന് മാറ്റി കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ എന്താ പറയുക, ഓരോ സ്ഥലങ്ങൾ ഓരോ കുരിശിൻ്റെ അടുത്ത് പോകുമ്പോഴും കുറച്ച് ദൂരമൊക്കെ ഞാൻ കാണിച്ചിട്ടില്ല കേട്ടോ. ഈ സൈഡിൽ മാറിയായിട്ട് ഇങ്ങനെ ഫാമിലീസൊക്കെ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന അവരുടെ പ്രാർത്ഥനകളും അവർക്ക് രോഗസൗഖ്യം ലഭിച്ചതിനെക്കുറിച്ചും അങ്ങനെയൊക്കെയുള്ള ഒരുപാട് പ്രാർത്ഥന വിഷയങ്ങൾ നമുക്ക് അവിടെ പോകുമ്പോൾ കേൾക്കാൻ പറ്റും. അപ്പോൾ തീർച്ചയായിട്ടും ഒരിക്കലെങ്കിലും നിങ്ങളെല്ലാവരും ഈ വീഡിയോ കാണുന്ന കൂട്ടുകാർ തീർച്ചയായിട്ടും വരേണ്ട ഒരു സ്ഥലം തന്നെയാണ് കേട്ടോ. ഒത്തിരി അനുഗ്രഹമുള്ള ഒരു സ്ഥലമാണ്. ഞാൻ അവിടെയുള്ള 1-2 കുട്ടികളെ ഞാനൊക്കെ ചോദിക്കുന്ന സമയത്ത് അവർ പറയുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ ഞാനും മാമൻ്റെ മകനും എൻ്റെ അളിയനും കൂടെ, ചേച്ചിയുടെ ഭർത്താവും കൂടെയാണ് ഞങ്ങൾ ഈ പ്രാവശ്യം ഇവിടുത്തെ ഈ മല കയറുന്നത് കേട്ടോ. അപ്പോൾ ഞങ്ങളിവിടെ വരുന്ന സമയത്ത് ഇവിടെ നമുക്കറിയാം ഈ കട്ടപ്പന ഭാഗങ്ങളിലൊക്കെ ഒത്തിരി കുരിശുമലകളുണ്ട്, കുഞ്ഞു മലകളാണ്. പക്ഷേ ഇതാണ് ഈ ഒരു മലയാണ് കേട്ടോ ഏറ്റവും വലിയ എന്താ പറയുക, വളരെ ഫേമസ് ആയിട്ടുള്ളൊരു സ്ഥലം കൂടെയാണ്. ഇവിടുത്തെ ഈ ഒരു യേശുവിൻ്റെ ആ ഒരു കുരിശുരൂപം അത് ഏഷ്യയിലെ തന്നെ 1ാം സ്ഥാനമാണ് കേട്ടോ ഇവർക്കിവിടെ. പിന്നെ അത് മാത്രമല്ല ഇതിൻ്റെ മുകളിൽ നമുക്ക് കാണാനായിട്ടുള്ള അത്ഭുതകരമായിട്ടുള്ള നമ്മളെ കാഴ്ചകളൊക്കെ ഉണ്ട് കേട്ടോ. അതായത് ഒരു കിണറുണ്ട്, അങ്ങനെ മനോഹരമായിട്ടുള്ള ഒത്തിരി അത്ഭുതകരമായിട്ടുള്ള സ്ഥലം തന്നെ പറയാം കേട്ടോ. പിന്നെ നമുക്കിവിടെ പ്രാർത്ഥന വിഷയങ്ങളും മറ്റു കാര്യങ്ങളും കൊടുക്കാം. നമ്മളിത് ഇപ്പോൾ ഈ കയറി പോകുന്ന ഭാഗത്തു നിന്നാണ് നമുക്ക് ഇവിടെ ഈ സൈഡിലായിട്ടൊക്കെ ഇപ്പോൾ വെള്ളം കുടിക്കുന്ന ഇവിടെ വെള്ളമൊക്കെ കുടിക്കാനായിട്ട് അവരതിൻ്റെ ഒരു സജ്ജീകരണം കാര്യങ്ങളൊക്കെ സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഈ അത്യാവശ്യം ഈ സ്ഥലങ്ങളിലെല്ലാം നല്ലപോലെ തണൽ തന്നെയായിരുന്നു. ഞാൻ പോകുന്ന സമയത്ത് നല്ല ഉച്ച സമയമായിരുന്നു കേട്ടോ. നല്ലതുപോലെ വെയിലായിരുന്നു. പക്ഷേ അത് കുറച്ച് കഴിഞ്ഞപ്പോൾ നല്ലതുപോലെ നമുക്ക് തണലും അതുപോലെ തന്നെ നല്ല കാറ്റും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇവിടെയാണ് വെള്ളം കുടിക്കാനുള്ള സ്ഥലം കേട്ടോ. ആർക്ക് വേണമെങ്കിലും വെള്ളമൊക്കെ കുടിക്കാൻ ഇത് ഫ്രീ ആണ് കേട്ടോ ഇവിടുന്ന്. അപ്പോൾ ഇവിടുന്ന് വെള്ളം കുടിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് തിരിച്ച് ഒരു മല കൂടെ ഇങ്ങനെ കയറി പോകാനുണ്ട് കേട്ടോ. ഇത് നമ്മൾ ദൂര കാഴ്ചയിൽ നമ്മൾ കാണുന്ന സമയത്ത് തന്നെ മനസ്സിലാകും 2 കുന്ന് പോലെയാണ് ഇത് കാണുന്നത് കേട്ടോ. നമ്മളെ വെള്ളത്തിലുള്ള തെക്കൻ കുരിശുമല അത് നേരെ ഒറ്റ ഇങ്ങനെ അങ്ങ് കയറി നമ്മളങ്ങ് പോവുകയാണല്ലോ ടോപ്പിലേക്ക്. പക്ഷേ ഇതങ്ങനെയല്ലോ, ഇതൊരു കുന്ന് ഇങ്ങനെ കയറി അതിൻ്റെ ടോപ്പ് വരുമ്പോൾ ഇച്ചിരി ഒരു നിരപ്പും കാര്യങ്ങളൊക്കെയാണ്. അവിടെയാണ് നമ്മൾ ഈ വെള്ളമൊക്കെ കുടിച്ചതിന് ശേഷം ഇതിങ്ങനെ കയറി പോകുന്നത്. അപ്പോൾ ഈ കാഴ്ചയിൽ തന്നെ ഒരുപാട് സ്ഥലങ്ങളിൽ നിന്ന് ഇവിടെ ആളുകൾ വരുന്നുണ്ട്. എനിക്കവിടെ അറിയാൻ പറ്റിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ വിദേശ രാജ്യങ്ങളിൽ നിന്ന് പോലും നമ്മളെ ഈ ഒരു സ്ഥലത്ത്, അതായത് ഈ ഒരു കുരിശുമല കയറാനായിട്ട് ആൾക്കാർ വരുന്നുണ്ട്. വരുന്നവരെല്ലാവരും വളരെ ഭക്തിയോടെ തന്നെ, പിന്നെ നല്ല വൃത്തിയാണ് കേട്ടോ അവിടെ. നല്ല വൃത്തി കാര്യങ്ങളുമാണ്. മറ്റ് മാലിന്യങ്ങളോ അങ്ങനെ പ്ലാസ്റ്റിക്കോ അങ്ങനെ ഒരു കുഴപ്പങ്ങളോ ഇല്ല. പിന്നെ ഇവിടെ ഒത്തിരി പേര് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇവിടെ ഇരുന്ന് ഫാമിലിയോടൊക്കെ ഇരുന്ന് അങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ട്. പിന്നെ ഓരോ സഭക്കാരായിട്ട് അങ്ങനെ ഇരിക്കുന്നുണ്ട്. ഞാനതൊന്നും നമ്മളെ ഈ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നില്ല. നമ്മളല്ലാതെ ഇതിങ്ങനെ നടന്നു പോകുന്ന ആ ഒരു കാഴ്ചകളും അവിടെ കൂടെയുള്ള ആ ഒരു പ്രാർത്ഥന രീതികൾ മാത്രമാണ് കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആർക്കെങ്കിലും വരാനൊക്കെ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ ദുഃഖവെള്ളിയും അല്ലാത്ത ഇങ്ങനത്തെ ഈ പ്രാർത്ഥന ദിവസങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ആ സമയങ്ങളിലൊക്കെ അവരിതേപോലെ ഈ മല കയറുന്നതാണ് എനിക്കറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഏകദേശം നടന്ന് ഏകദേശം മുകൾ ഭാഗം എത്താറായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ നമ്മളിപ്പം 10ാം സ്ഥാനം എത്തി. ഇനി നമുക്ക് ബാക്കി ഇവിടെ കുറച്ച് ദൂരം കൂടെ ഉണ്ട് കേട്ടോ. പക്ഷേ ഇനി നമ്മൾ മുകളിലോട്ട് പോകുന്നതിനനുസരിച്ചിട്ട് അത്യാവശ്യം നല്ലതുപോലെ വീതിയുണ്ട് കേട്ടോ. നല്ലതുപോലെ വഴിക്ക് നല്ല ആ ഒരു വീതി സൗകര്യങ്ങളൊക്കെ ഉണ്ട്.
പിന്നെ നമ്മൾ ഇനി ഇതിൻ്റെ മുകളിലോട്ട് നമ്മൾ ആദ്യം പോകുമ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റുന്നത് മാതാവിൻ്റെ മടിയിൽ അങ്ങനെ യേശു കിടക്കുന്ന ആ ഒരു രൂപവും കാണാം കേട്ടോ. ഈ സൈഡിലായിട്ട് നമ്മൾ നോക്കുന്ന സമയത്ത് നമുക്ക് അവിടുന്ന് കുറച്ച് ദൂരമൊക്കെ കാണാൻ പറ്റും കേട്ടോ. നമ്മളെ ഇരട്ടയാറ് ഇങ്ങനെയുള്ള കുറേ സ്ഥലങ്ങളൊക്കെ മാമൻ പറഞ്ഞു തന്നു. പല സ്ഥലങ്ങളിലും അപ്പുറവും ഇപ്പുറവും ഈ സൈഡിൽ 2 സൈഡിലായിട്ട് കുറേ സ്ഥലങ്ങളൊക്കെ പറഞ്ഞു തന്നു കേട്ടോ. അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മളിതിപ്പോൾ ടോപ്പ് ഭാഗം എത്താറായിട്ടുണ്ട് കേട്ടോ. അവിടെ പോകുന്ന സമയത്ത് അവിടെ ഇങ്ങനെ കുർബാനയും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. പക്ഷെ നമ്മൾ ആ സൈഡിലൊന്നും അധികം പോയിട്ടില്ല. ഞാൻ ജസ്റ്റ് ഒന്ന് ഓടിച്ച് അങ്ങനെ വീഡിയോ പിടിച്ച് പോയിട്ടേ ഉള്ളൂ കേട്ടോ. ഇതെല്ലാം ഓരോ കുടുംബക്കാരെ നിന്ന് പ്രാർത്ഥിക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ നിന്നാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പലർക്കും രോഗസൗഖ്യം കിട്ടിയതും അതുപോലെ നമുക്കിവിടെ ഈ പ്രാർത്ഥന വിഷയങ്ങൾ പറയാനൊക്കെ ഉള്ള എല്ലാ സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഈ മോൾ ഭാഗമാണ് ഒത്തിരി നല്ല വീതിയുണ്ട് കേട്ടോ. അവിടെ നിൽക്കാനുണ്ട്. ഇതാണ് നമ്മൾ ഫസ്റ്റ് കയറി പോകുന്ന സ്ഥലത്തുള്ള ആ ഒരു മാതാവിൻ്റെ ആ ഒരു രൂപങ്ങളും കാര്യങ്ങൾ കേട്ടോ. പിന്നെ നമുക്കിവിടെ നിന്ന് ഇതുവഴി ഇങ്ങനെ പ്രാർത്ഥിച്ച് കറങ്ങി വരാം. പക്ഷേ ഞാനെന്തായാലും ഇതുവഴി ഇങ്ങനെ തിരിച്ചങ്ങ് പോകും കേട്ടോ. ഇനിയിപ്പോഴേ ഈ വലത് സൈഡിൽ തന്നെ നമുക്ക് പോയാൽ മാത്രമേ നമുക്കത് ആ ബേക്കിൽ കാണുന്ന ആ ക്രൂശിത രൂപം ഉണ്ടല്ലോ, അത് നമുക്ക് കയറാൻ അവിടെ ഒരു ക്യൂ ഉണ്ട് കേട്ടോ. അവിടെ തിരക്കാകുന്നതിന് മുൻപ് പോകാൻ വേണ്ടിയിട്ട് ഞാൻ ഇതുവഴി നമ്മൾ കറങ്ങി പോകാതെ തിരിച്ച് ഇപ്പുറത്തൂടെ തന്നെ പോവുകയാണ് കേട്ടോ. അതുവഴി പോയിട്ട് നമുക്ക് ആ ഒരു കുരിശിൻ്റെ രൂപം ആ മുകളിലായിട്ടാണ് കേട്ടോ. അവിടെ പോയി അവിടെയാണ് കേട്ടോ കൂടുതലും നേർച്ചകളൊക്കെ കാണിക്കകളൊക്കെ ഇടുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് ഇതേപോലെ നമുക്ക് ഈ കുർബാനയിലൊക്കെ പങ്കെടുക്കാം. അതിനുശേഷം നമുക്കിത് ഈ വലത് സൈഡിലൂടെ നമ്മളിങ്ങനെ പോയി കഴിഞ്ഞാൽ നമുക്കവിടെ ഞാൻ നേരത്തെ പറഞ്ഞ ആ ക്യൂ ആണ് കേട്ടോ. ആ ക്യൂവിൽ നിന്നാൽ മാത്രമേ നമുക്ക് മുകളിലോട്ട് കയറാൻ പറ്റത്തുള്ളൂ. അങ്ങനെ ഞാനും ഞങ്ങളെല്ലാവരും കേട്ടോ, എല്ലാവരും ഇതേപോലെ എൻ്റെ ഫ്രണ്ടിലും ബാക്കിലായിട്ടൊക്കെ ഞങ്ങളെല്ലാവരും ഉണ്ട്. അങ്ങനെ നിൽക്കുന്ന സമയത്താണ് കേട്ടോ ഞങ്ങളുടെ മാമൻ്റെ മകൻ്റെ തോളത്ത് ഇങ്ങനെ ഒരു ചിത്രശലഭം വന്നിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ ഈ രൂപമാണ് കേട്ടോ. നമുക്ക് അവിടെ മുകളിൽ കയറി നമുക്കത് അത്ര കറക്റ്റായിട്ട് എടുക്കാൻ പറ്റില്ല. കാര്യം ഒത്തിരി ഉയരമുള്ളതുകൊണ്ട് ആണോ കേട്ടോ. അപ്പോൾ ഞാനത് ഈ സൈഡ് വഴി തന്നെ നമുക്ക് അത്യാവശ്യം നല്ല തിരക്കാണെങ്കിലും വീഡിയോ പിടിക്കുന്നതിനൊക്കെ നമുക്കവിടെ ചെറിയ പരിമിതി കാര്യങ്ങളൊക്കെ ഉണ്ട്. കാര്യം കറക്റ്റായിട്ട് അങ്ങനെ പിടിക്കാൻ പറ്റില്ല, മൊത്തം ബാക്കി തിരക്കും കാര്യങ്ങളൊക്കെയാണ്. എങ്കിലും ഞാൻ ജസ്റ്റ് ഒന്ന് പെട്ടെന്ന് തന്നെ കേട്ടോ എന്നെ കൊണ്ട് പറ്റുന്നത് പോലെ ഒന്ന് ആ ഒരു രൂപവും കാര്യങ്ങളൊക്കെ ഒന്ന് അങ്ങനെ ഒന്നത് വീഡിയോ പിടിച്ചങ്ങ് പോവുകയാണ്. പിന്നെ ഇവിടെ നമ്മൾ മുകൾ ഭാഗത്ത് തന്നെ അവിടുത്തെ ഒരു നേർച്ച അവരെ ഈ അരി വറുത്തതും പിന്നെ ഇങ്ങനെ ഒരു കുഞ്ഞ് അപ്പം പോലത്തെ ഇതുണ്ട് കേട്ടോ കഴിക്കാനായിട്ട്. ഇവിടെ നിന്ന് ഇങ്ങനെ കിട്ടും. ഇതാണ് നമ്മൾ ഈ കുരിശിൻ്റെ രൂപത്തിൻ്റെ അവിടെ നിന്ന് കിട്ടുന്നത്. ഇപ്പോൾ ഇത് കഴിഞ്ഞ് നമുക്ക് നേരെ ഈ സ്റ്റെയർ നമ്മൾ ഇറങ്ങി താഴോട്ട് പോയി കഴിയുമ്പോൾ വലത്തോട്ട് തിരിഞ്ഞ് നമ്മൾ പോകുകയാണെങ്കിൽ നമ്മൾ ഭക്ഷണം കഴിക്കാൻ അവിടെ നേർച്ച കഞ്ഞിയുണ്ട് കേട്ടോ. അപ്പോൾ അത് കുടിക്കാൻ പോകുന്ന ഈ ഒരു സ്ഥലമാണ് ഈ കാണുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ആദ്യം അങ്ങോട്ട് പോകുന്നില്ല, നമുക്കത് രണ്ടാമത് അങ്ങോട്ട് പോകാം. ആദ്യം നമുക്ക് ഈ സ്റ്റെയർ ഇറങ്ങി നമുക്ക് ഇടത് സൈഡിൽ കൂടെ തന്നെ പോകും കേട്ടോ. അവിടെയാണ് ആ ഒരു കല്ലറയുടെ ഒരു രൂപമുണ്ട്, യേശു ഇങ്ങനെ ഈ കടത്തിയിരിക്കുന്ന ഒരു രൂപമുണ്ട്. നമുക്ക് അതുകൂടെ ഒന്ന് കണ്ടിട്ട് നമുക്ക് തിരിച്ച് വീണ്ടും കറങ്ങിഞ്ഞ് നമ്മൾ ഈ നേർച്ചക്കഞ്ഞി കൊടുക്കുന്ന സ്ഥലത്ത് നമുക്ക് വരാൻ കേട്ടോ. അപ്പോൾ ഇവിടെ കുഴറങ്ങളിൽ നിന്ന് പാട്ടൊക്കെ പാടുന്നുണ്ട്. അപ്പോൾ ഞാൻ ആദ്യം ഓർത്തു ഈ ലൈവ് സോങ് അല്ലേ, അപ്പോൾ നമുക്കിതിലിട്ടാൽ വേറെ കുഴപ്പമൊന്നും ആകത്തില്ലെന്ന് കരുതി. പക്ഷേ അങ്ങനെയല്ല കേട്ടോ. നമ്മളതെടുത്തിട്ടിരുന്ന സമയത്തും എനിക്കിതിൽ കോപ്പിറൈറ്റിൻ്റെ ഇത് കാണിച്ചു കേട്ടോ. ഞാനൊരിക്കൽ ഒന്നും അങ്ങനെ നോക്കുന്ന സമയത്ത് കണ്ടു. പിന്നെ ഞാൻ ഉടനെ ആ വീഡിയോ അതങ്ങനെ മാറ്റിയിട്ടാണ് കേട്ടോ ഞാനിപ്പോൾ രണ്ടാമത് ഇത് നമ്മൾ സെറ്റാക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ കുഴറങ്ങളുടെ പാട്ട് കാര്യങ്ങളെല്ലാം നല്ല മനോഹരമായിട്ടുള്ള ഗാനങ്ങളാണ് കേട്ടോ. നല്ല ഭക്തി സാന്ദ്രമായിട്ടുള്ള ഈ ഭാഗത്തും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ രോഗസൗഖ്യം കിട്ടിയ ഒത്തിരി പേര് കണ്ണീരോടെ പ്രാർത്ഥിക്കുന്നുണ്ട്. ഞാനതും ഇതിൽ ഉൾപ്പെടുത്തുന്നില്ല. ഇനി നമ്മളത് ഈ വലത് സൈഡിലൂടെ നമ്മളത് ഇങ്ങനത്തെ ഇതായിട്ട് പോകുന്നുണ്ട്. ഈ സൈഡിലെല്ലാം ഇതുപോലെ ഇവിടെ ഈ ഈന്തപ്പന പോലെ നിൽക്കുന്നില്ലേ, ഇതിൽ നിന്ന് അവരതിൻ്റെ ആ ഒരു ഓല എടുക്കുന്നത് ചൂലുണ്ടാക്കാനായിട്ടാണ് കേട്ടോ. അങ്ങനെ നമ്മളിത് ഈ ഒരു ഗുഹ പോലെയാണ് കേട്ടോ. ഈ ഒരു പാറയുടെ സൈഡിലായിട്ട് ഇങ്ങനെ ഒരു ഗുഹ പോലെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതൊരു പാറയുടെ പിളർപ്പിലാണ് ആ ഒരു രൂപം ഇങ്ങനെ കിടത്തിയിരിക്കുന്നത് കേട്ടോ. ഇവിടെ നമുക്ക് അധിക സമയം നിൽക്കാൻ പറ്റത്തില്ല. ഇപ്പോൾ ഈ ഇച്ചിരി തിരക്ക് കുറഞ്ഞ സമയത്താണ് ഞാനിത് ഇങ്ങോട്ട് വന്നത് കേട്ടോ. അപ്പോൾ നമ്മളത് ഈ സൈഡ് വഴി തന്നെ അത് ഇങ്ങനെ അങ്ങ് പെട്ടെന്ന് പോകും കേട്ടോ. പലരും രൂപത്തിൽ തൊട്ടിങ്ങനെ നമസ്കരിച്ചിട്ട് പോകുന്നുണ്ട്. അപ്പോൾ അധിക സമയം നിൽക്കാൻ പറ്റാത്തതുകൊണ്ട് തന്നെ ഞാനും പെട്ടെന്ന് ഇറങ്ങുന്നുണ്ട്. ഇനി നമ്മളിവിടെ നിന്ന് തിരിച്ചിറങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ അടുത്ത ആ ഒരു വാതിൽ വഴി നമ്മൾ ഇങ്ങനെ അങ്ങ് പോകും കേട്ടോ. ഇങ്ങനെ നടന്നു പോകുന്ന സമയത്ത് ഇവിടെ ഇങ്ങനെ കയ്പ് നീരെന്ന് പറഞ്ഞ് ഇങ്ങനെ കുടിക്കാൻ തരും കേട്ടോ. അതായത് നമ്മുടെ പാവയ്ക്കയുടെ നീരാണ് കേട്ടോ. ഇതേപോലെ രണ്ട് കുഞ്ഞുങ്ങൾ രണ്ട് സൈഡിലായിട്ടിരുന്നവരിങ്ങനെ എല്ലാവർക്കും കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ അത് കഴിഞ്ഞു തിരിച്ച് നമ്മളിങ്ങനെ കയറി പോകുന്നിടത്ത് യേശു ഇങ്ങനെ മുട്ടുമേൽ നിന്ന് പ്രാർത്ഥിക്കുന്ന ഒരു രൂപം ഉണ്ട് കേട്ടോ. അപ്പോൾ അവിടെ ഒത്തിരി പേര് നിന്ന് പ്രാർത്ഥിക്കുകയും ഫോട്ടോ എടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. കാര്യം ഇവിടെ വന്ന് പലരും പറയുന്നത് നമ്മൾ എന്താഗ്രഹിച്ചു പ്രാർത്ഥിച്ചാലും അത് തീർച്ചയായിട്ടും അത് നിറവേറുമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ അവരുടെ പ്രാർത്ഥനയ്ക്ക് ഫലം കിട്ടിയതിന് ശേഷം അങ്ങനെ നേർച്ചയായിട്ട് കഴിക്കാനായിട്ട് വരുന്ന ഒത്തിരി പേരുടെ ഉണ്ട്.
അത് ഞാനിങ്ങനെ മുകളിൽ നിൽക്കുന്ന സമയത്ത് ഇങ്ങനെ അവർ പ്രാർത്ഥിക്കുന്നത് കേട്ടോ. ഇനി നമ്മൾ പോകുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ നേർച്ചക്കഞ്ഞി കൊടുക്കുന്ന ആ ഒരു സ്ഥലമാണ് കേട്ടോ. അവിടെയും ആ ഒരു പരിസരമൊക്കെ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും, നല്ലതുപോലെ വൃത്തിയാണ്. പിന്നെ എല്ലാവരും എന്താ പറയുക, വളരെ നമ്മൾ പല സ്ഥലങ്ങളിലും കാണാൻ പറ്റാത്ത ഒരു കാഴ്ചയാണ് കേട്ടോ. എല്ലാവരും നല്ല ഒരു ഒത്തൊരുമയാണ് കേട്ടോ. അത് നിങ്ങൾക്ക് ഇനി അങ്ങോട്ട് ബാക്കി കാര്യങ്ങൾ വീഡിയോസ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാനത് പറഞ്ഞതിൻ്റെ ആ ഒരു സാധനം മനസ്സിലാകും കേട്ടോ. അപ്പോൾ നമ്മളിത് ഇവിടെ പോകുന്ന സമയത്ത് തന്നെ പ്ലേറ്റൊക്കെ ഇത് കഴുകി നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി ഇങ്ങനെ ഒരു ചേട്ടായി പ്ലേറ്റ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനും പോയി അവിടെ നിന്ന് ഇങ്ങനെ ഒരു പ്ലേറ്റ് മേടിച്ചു. അതിനുശേഷം നമ്മളത് ഈ ക്യൂവിലങ്ങ് നിൽക്കുമ്പോൾ 2 സൈഡിലായിട്ട് ഇതേപോലെ അവിടെ ഇങ്ങനെ ഈ കഞ്ഞി കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ തീരുന്നതിനനുസരിച്ച് ഇങ്ങനെ കഞ്ഞി ഒഴിച്ചു കൊടുക്കാനും വലിയ ബക്കറ്റിൽ കൊണ്ട് കൊടുക്കാൻ ആളുണ്ട്. അപ്പോൾ ഞാനും പാത്രം കാണിച്ചു. അപ്പോൾ കഞ്ഞി കിട്ടി. പിന്നെ ഒരു പയർ തോരനാണ്, പിന്നെ അച്ചാറുണ്ട്, പിന്നെ സ്പൂണ് തന്നു. അപ്പോൾ ഇനി നമ്മളിതിനെ കൊണ്ടുപോയി ഏതെങ്കിലും ഒരു സ്ഥലത്തിരുന്ന് അങ്ങ് കഴിക്കുക. അപ്പോൾ ഈ സ്ഥലം ഇങ്ങോട്ട് ഈ ഫ്രണ്ടിലോട്ട് കുറച്ചുകൂടെ നമ്മളങ്ങ് താഴോട്ട് പോകുന്ന സമയത്ത് നമുക്കിരുന്ന് കഴിക്കാനായിട്ടുള്ള നല്ല മനോഹരമായിട്ടുള്ള കാഴ്ചകൾ കണ്ട് കഞ്ഞി കുടിക്കാം കേട്ടോ. അങ്ങനത്തെ ഒരു സൗകര്യം കാര്യങ്ങളൊക്കെ സെറ്റാക്കിയിട്ടുണ്ട് അവരെ. അപ്പോൾ നമ്മളിത് ഇവിടെ എടുത്തിരുന്ന് ഞാൻ കഞ്ഞി കുടിക്കുന്നുണ്ടോ. കഞ്ഞി കുടിച്ചതിന് ശേഷമുള്ള കാഴ്ചകളാണ് ഇത്. അതായത് നമ്മൾ കഞ്ഞി കുടിക്കുന്ന ശേഷം ഇവിടെ പാത്രം നമ്മൾ കഴുകേണ്ട കാര്യമില്ല. ഈ കാണുന്ന കൊട്ടകളിൽ നമ്മൾ ആ പാത്രം വെച്ചാൽ മതി കേട്ടോ. അവരെ ഇതിന് കഴുകാനൊക്കെ പ്രത്യേകിച്ച് ആളുണ്ട്. പിന്നെ അത് മാത്രമല്ല ഇവിടെ ഇങ്ങനെ നമുക്ക് വെള്ളം സെറ്റ് ചെയ്തിട്ടുണ്ട് നമുക്ക് കൈയൊക്കെ കഴുകാനായിട്ട്. അതിനുശേഷം ഇതേപോലെ ഈ വയ്ക്കുന്ന കഞ്ഞികളൊക്കെ ഇവിടെ നിന്ന് ഇങ്ങനെ ബക്കറ്റിലാക്കിയിട്ട് മുകളിൽ നമുക്ക് കഴിക്കാനായിട്ട് അവരിങ്ങനെ സജ്ജീകരണമൊക്കെ ചെയ്യുന്നുണ്ട്. ഇതെല്ലാം ചെയ്യുന്നത് വലിയൊരു കുന്നിൻ്റെ മുകളിലാണെന്ന് ഓർമ്മിക്കണം. ഞാൻ തിരിച്ചിറങ്ങുന്ന സമയത്താണ് കേട്ടോ ഞാൻ ഇതിൻ്റെ ആ ഒരു കാഴ്ചകളൊക്കെ കാണാൻ മനസ്സിലായി. അത് നമ്മൾ ഒത്തിരി താഴെ ഇറങ്ങുന്ന സമയത്ത് അതുവഴിയൊക്കെ ഈ സാധനങ്ങളെല്ലാം ഇങ്ങനെ മുകളിലെത്തിക്കാനും വെള്ളം എത്തിക്കാനും ഒക്കെ ഒരുപാട് ബുദ്ധിമുട്ടാണ്. എങ്കിലും ഞാനവിടെ അറിയാൻ പറ്റിയത് ഇവിടെ എല്ലാവരും ഭയങ്കര സഹകരണമാണ് കേട്ടോ. ഇവിടെയാണ് ഞാൻ പറഞ്ഞ ആ ഒരു അത്ഭുത കിണർ കേട്ടോ. അതായത് ആ ഒരു പാറയുടെ മുകളിലാണ്. അപ്പോൾ ഇവിടെ നിന്ന് ആളുകൾ വെള്ളം കോരിക്കൊണ്ട് പോകുന്നുണ്ട്. ഇവിടെ ഇങ്ങനെ കുപ്പികളിൽ നിറയ്ക്കുകയും അവിടെ നിന്ന് കുടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. ഒത്തിരി എന്താ പറയുക സൗഖ്യം കിട്ടുന്ന ഒരു കാര്യങ്ങളൊക്കെ അവിടെ ഇതിലും എനിക്ക് അറിയാൻ കഴിഞ്ഞു. അപ്പോൾ ഞങ്ങളങ്ങനെ തിരിച്ചതേ ഇവിടെ നിന്ന് ഇറങ്ങിയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ താഴെ നിന്ന് കയറുന്ന ഒരു മെയിൻ റോഡ് ഉണ്ടല്ലോ, ഈ റോഡിലാണ് നമ്മൾ ഈ വഴി ചെന്ന് ഇങ്ങനെ കറങ്ങി ചെന്ന് നിൽക്കുന്നത് കേട്ടോ. അങ്ങനെ നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ് കേട്ടോ. അപ്പോൾ ഒരുപാട് സന്തോഷത്തോടെ മല ഇറങ്ങി ഞങ്ങളെല്ലാവരും ഇങ്ങനെ പോവുകയാണ്. അപ്പോൾ അടുത്തൊരു കിടക്കാച്ചി വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ടാറ്റാ.